ചെളിപ്പരുവം. മാഷേ, മാഷ് ഡോക്ടറാണോ? ആണെങ്കി അങ്ങനൊന്നുമില്ല. അപ്പൊ ഇവിടെ എല്ലാരും പറയുന്നുണ്ടല്ലോ ഭ്രാന്തിന് ചികിത്സിക്കാൻ വന്ന ഡോക്ടറാണെന്ന്. ഇവിടെ ആർക്കാ ഭ്രാന്ത് മാഷേ? നിന്റെ അപ്പന് ഇത്തിരി പ്രാന്തുണ്ട്. അത് പറഞ്ഞ ശരിയാ. എന്റെ പഠിത്തവും മുടക്കി കുറെ സ്വത്തം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുക. ബോറടിച്ചിട്ട് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഇല്ല, ആരോടും പറയില്ല, പ്രോമിസ്. എന്നാ കേട്ടോളൂ, ഞാനൊരു ഡോക്ടറോ എഞ്ചിനീയർ ഒന്നുമല്ല. ഞാനൊരു പിശാച് പിടുത്തക്കാരനാണ്. വെറുതെ ഒന്നുമല്ല. പട്ടിപിടുത്തക്കാരൻ തവള പിടുത്തക്കാരെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണോ പിശാച് പിടുത്തക്കാരൻ? ആദ്യമായിട്ട് കേൾക്കുക. ചക്കര കൊത്തേ തേങ്ങ കൊത്തേ ചക്കര കൊത്തേ. എന്താടി ഇവിടെ? അത് പരിപ്പുണക്കുവാ. മതി ഉണക്കിയത്, കേറിപ്പോടി. ഈ പരിപ്പൂടെ വേവില്ലേ ഡോക്ടറെ? വൃത്തികെട്ടവൻ. താൻ വല്ലതും കണ്ട? ഇല്ല. പിന്നെ എന്തിനാടാ ഈ പാട്ടിട്ടൊറിക്കണേ? ഒരു കാറ് കൊണ്ടുവന്നൊക്കെ എഴുതി വെക്കണം കാറെന്ന്. അഞ്ജലി, നിനക്ക് അസുഖമൊന്നുമില്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ആയിക്കോട്ടെ, ചങ്ങലിക്കിടുവോ നെല്ലിക്കത്തളം വെക്കുവോ, എന്താ വേണ്ടെന്ന് വെച്ചാൽ അയാളോട് ചെയ്യാൻ പറ. അയ്യേ, അങ്ങനെയുള്ള ഡോക്ടർ അല്ല. യെസ്, അനൂപ് ഈസ് റൈറ്റ്. ഞാൻ ഡോക്ടറും അല്ല, എനിക്ക് രോഗികളെ ചികിത്സിക്കാനും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ അഞ്ജലി വിചാരിക്കും പിന്നെ എന്തിനാ ഇയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന്. എൻ്റെ പണി ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ ചാക്കിട്ട് പിടിക്കലാണ്. അഞ്ജലി പറയുന്നത് ശരിയാണ്. ഇവിടെ വന്ന് കയറിയപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്തിരി കുഴപ്പം പിടിച്ച ഒരെണ്ണം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. താൻ എൻ്റെ കൂടെ നിന്ന അതിനെ പിടിച്ച് പൂട്ടി മുമ്പിലിട്ട് തരാം. അല്ലാതെ തനിക്ക് പ്രാന്തുമില്ല, ഒരു മാങ്ങാത്തൊലിയില്ല. ഞാനെന്താ ചെയ്യേണ്ടത്? ആദ്യം ആ പന്ന പ്രേതം ഇവിടെ കിടന്ന് കറങ്ങുന്ന എന്തിനാണെന്നറിയണം. കാര്യങ്ങൾ കുറേയൊക്കെ അനൂപ് എന്നോട് പറഞ്ഞു. പക്ഷെ ഗീത മരിച്ച ദിവസം അത് ആക്ച്വലി എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്താണ് നടന്നത്?